ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നല്ല തകൃതിയായിട്ട് മഴ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ പാലക്കാട് ഭാഗത്ത് കുറച്ച് ദിവസത്തിന് ശേഷം മഴ 3-4 ദിവസം മുമ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാലക്കാട് ജില്ലയിൽ പെയ്യാറില്ല കേട്ടോ. അതെല്ലാവർക്കും വാർത്തയും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഭാഗത്ത് മഴ എന്തായാലും കുറവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി. കാരണം എല്ലാ ഭാഗവും അങ്ങനെ കറുത്തിരുണ്ട് കൂടും മേഘാവൃതമായിട്ട്. പക്ഷേ നമ്മുടെ ഭാഗത്ത് മാത്രം അങ്ങനെ മഴയെ പെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഉക്കാനോടെ, എന്താ വാപ്പച്ചി നമ്മുടെ ഈ ഭാഗത്ത് മഴയില്ലാത്തത്, എല്ലാവിടെയും ഇരുണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ പെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എപ്പോഴും മിസ്സായി പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് നല്ല മഴ പെയ്തു. അപ്പോൾ ഇക്കാക്ക് എന്താ പറയുക, മഴ ഇപ്പോൾ എത്ര പെയ്താലും നമുക്ക് കാണാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ പാടത്തിൻ്റെ ആ ഭാഗത്ത് പോയിട്ടൊക്കെ നിന്നിട്ട് എടുക്കുകയാണ് കേട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ. അപ്പം കുട്ടികളൊക്കെ ഉള്ളിലേക്ക് കയറ്റി, എന്നിട്ട് വെളിയിൽ വന്ന് നിന്നിട്ട് ഇക്ക വീഡിയോ എടുത്തതാണ് കേട്ടോ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ മഴ കണ്ടിട്ട് നിന്നാൽ ശരിയായില്ലല്ലോ, ഉച്ചയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ കാച്ചി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാക്ക് കഴിക്കാൻ കൊടുക്കണം. പിന്നെ ഇതാ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് പ്ലാനുകളൊക്കെ മാറി. അപ്പോൾ വേറെ എന്തൊക്കെയോ കറി വെക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊക്കെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. കറണ്ട് പോകുകയും വരികയൊക്കെ ചെയ്യണം. അപ്പോൾ തേങ്ങ അരയ്ക്കാനൊന്നും പറ്റില്ലേ. അപ്പോൾ ഞാനിന്ന് വേഗം എനിക്ക് കുടുംബശ്രീക്ക് പോവുകയും വേണം. അപ്പോൾ വേഗം ഒരു തട്ടിക്കൂട്ട് ഒപ്പിക്കാൻ വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പാലക്കാട് പുളിച്ചാറ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു വായിക്കൂടെ വെള്ളം വരും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു പുളിച്ചാറ്. പിന്നെ നമ്മൾ പയർ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിയിലിങ്ങനെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ നിന്നിട്ട് പണി ചെയ്യാനാണെങ്കിലൊക്കെ നല്ല ഒരു എനർജിയാണ് കേട്ടോ. അടുക്കളയിൽ കൂടെ ഇങ്ങനെ ജനലിൽ കൂടെ കാണുമല്ലോ. അപ്പോൾ നല്ലൊരു വൈബിലാണ് ഞാൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് പണികൾ തീരണ പോലെയൊക്കെ തോന്നും കേട്ടോ. മനസ്സിൻ്റെ ആ സന്തോഷമാണ് കാരണം. അപ്പോൾ ഞാൻ പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് വന്നിരുന്നപ്പോൾ ഒക്കെ പറഞ്ഞു, ഒക്കെ അങ്ങനത്തെ കട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും പണി ചെയ്യിപ്പിക്കുകയാണെന്ന്, പക്ഷേ അല്ല കേട്ടോ. ഇതൊക്കെ അരിഞ്ഞ് തരാനും പിടിക്കാനൊക്കെ ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവിടെ പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പുളിച്ചാറൊന്ന് റെഡിയായി ഉണ്ടോയെന്ന് നോക്കാം. പുളിച്ചാറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനത് ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കിനും മഴ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം നല്ലൊരു മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെ ജില്ലകളിൽ താമസിക്കുന്നവർക്ക് മഴ ഉണ്ടോ, നിങ്ങളുടെ ഭാഗത്തൊക്കെ എല്ലായിടത്തും മഴ തകൃതിയായിട്ടുണ്ടോ, അതോ മഴ കുറഞ്ഞോ? ഓരോ ഭാഗത്ത് വെള്ളപ്പൊക്കമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടുത്തെ മഴയൊക്കെ കുറഞ്ഞോ എന്താണെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ മഴയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിയിൽ പോകണമെന്ന് ഞാൻ പറയുമ്പോഴേക്കും ഇക്ക പിന്നെ അതൊക്കെ ഞാൻ നോക്കിത്തരാം, നീ എന്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ചെറിയ ഹെൽപ്പല്ലേ. അപ്പോൾ ഇക്ക അത് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഉപ്പേരി വെക്കണം, എന്നിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ മക്കൾ അപ്പോഴേക്കും മഴ തോരാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. അവർക്ക് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരുത്തൻ ഡ്രസ്സ് ഇടാണ്ട് വരുന്നത്. മഴ കഴിഞ്ഞപ്പോൾ അടിപൊളി ക്ലൈമറ്റായി അല്ലേ. മഴ വരാൻ കാത്തിരിക്കുകയാണ് വെള്ളത്തിൽ കളിക്കാൻ. ആണോ? മഴ വരാൻ കാത്തിരിക്കുകയാണോ വെള്ളത്തിൽ കളിക്കാൻ? എന്നാ വാ, കുറച്ചൊക്കെ കളിച്ചില്ലേ, ഇത്രയൊക്കെ മതി. ഇനി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഈ വർഷത്തിൽ ഞാനും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്താ കളിക്കണേ, ഞാൻ കാണിച്ചു കൊടുക്കാം നിന്നെ. ഇക്ക കറി വെക്കാൻ അരിയണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്നാലേ കരന്നെ പ്രാകും. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് വെളിയിൽ ഇറങ്ങാൻ തോന്നി ഗൈസ്. വേറെ ഒന്നല്ല, കറിയൊക്കെ വെച്ച് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അവിടെ ഒന്ന് വൃത്തിയാക്കണം, പോയി കുളിക്കണം.
ഭക്ഷണം കഴിക്കണം, കുടുംബശ്രീക്ക് പോകണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്താ നീ കണ്ണടച്ച് പിടിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. നിന്റെ കണ്ണ് ഉണ്ണി ഒരു മങ്ങലുണ്ട്, അത് ഈ ഒരു ക്ലൈമറ്റിൻ്റെയാണ് കേട്ടോ. കാണിച്ചു കൊടുക്ക്, കണ്ണ് കാണിച്ചു കൊടുക്ക്. കണ്ണ് ദീനം അല്ലേ? ഇവൻ പിന്നെ എപ്പോഴും ബോഡി വിത്ത് മസിൽസ് കാണിച്ചിട്ടല്ലാണ്ട് ഇവൻ നടക്കില്ല. എൻ്റെ വീഡിയോയിൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അടിപൊളി ക്ലൈമറ്റിൽ വെച്ചുകൂട്ടാ. നോക്കടി പാടങ്ങളൊക്കെ അങ്ങനെ. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട് നല്ല ചന്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ട അതാണ് നമ്മുടെ വീട്. അതാ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ്, എനിക്കിനി കുടുംബശ്രീക്ക് പോകണം ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വീഡിയോ എനിക്ക് കുടുംബശ്രീ ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരം വേണമെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗ് അടിപൊളിയായിട്ടുള്ളത് എടുക്കാം അല്ലേ? കണ്ണ് കാണിച്ചു കൊടുക്ക്. എന്തിനാ വെറുതെ എൻ്റെ കൈ കടയാണ്, വേഗം കാണിച്ചു കൊടുക്കുക. അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നല്ല തല്ലി കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഒറ്റക്കണ്ണി.